എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിലൂടെ ക്രിസ്തീയ ഗാന ശാഖയിൽ ഗാനരചയിതാക്കളായി വന്ന അനേകം പേരുണ്ട്. അവരുടെ ഗാനങ്ങളുടെ അവതരണവും അപഗ്രഥനവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ദാനിയൽ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ധ്യാനാത്മകമായ ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്, എല്ലാ ഗാനങ്ങളും. പക്ഷേ പല ഗാനങ്ങൾ നോക്കുമ്പോഴും ഒരു വിഷാദ ഛായ, സങ്കട അവസ്ഥ, ക്ലേശം അനുഭവിക്കുന്ന ഒരു മനസ്സോടുകൂടി എഴുതിയതാണ് കൂടുതലും. എന്നാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഗാനം ആനന്ദമുണ്ടെനിക്ക് ആനന്ദമുണ്ടെനിക്ക് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ വാക്കുകളാൽ ആനന്ദം തോന്നത്തക്ക രീതിയിലുള്ള ഗാനങ്ങൾ തുടങ്ങുന്നത് വളരെ വിരളമായിട്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ രചനയിലുള്ളത്. ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ എങ്ങനെ അതിനെക്കുറിച്ച്? ആനന്ദം എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്നുവെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ മുഖ്യധാരയിൽ നകന്നു നിൽക്കുന്ന ഒരു പാട്ടല്ല. നമ്മളത് വളരെ ധ്യാനാത്മകമായി ആലപിച്ച് കഴിയുമ്പോൾ നമുക്കതിന് ബോധ്യമാകും. ഈ പാട്ടിന് ഒന്ന് രണ്ട് സവിശേഷതയുണ്ട്. ഒന്ന്, ഈ പാട്ട് സാധുവിൻ്റെ ആശ്വാസഗീതങ്ങളുടെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പാട്ടാണെന്നുള്ളതാണ്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയതാ പുസ്തകമായിരുന്നു, 75 പാട്ടുകളും മറ്റും പ്രസിദ്ധീകരിച്ചിരുന്ന ചെറിയ പുസ്തകവും കണ്ടിട്ടുണ്ട്. അവയെല്ലാറ്റിൻ്റെയും ആദ്യത്തെ പാട്ട് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തീം സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്ന എൻ്റെ വിചാരം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ആശയങ്ങളും ദർശനങ്ങളും പ്രമേയങ്ങളും എല്ലാം ഇതിനകത്ത് ഒരുതരം ഘനീഭവിച്ചിട്ടുണ്ടെന്നാണ്. രണ്ടാമതൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പാട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കേൾക്കണം ഈ വാർത്ത എല്ലാവരും എന്ന രീതി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന ഈ പാട്ടിൻ്റെ ഈ രീതി എന്നുള്ളത് കേൾക്കുമ്പോൾ മാത്രമാണ്. എന്ന് പറയുമ്പോൾ അന്ന് പ്രസിദ്ധമായിരിക്കും ആ പാട്ട്. ഒരു പക്ഷേ പിൽക്കാലത്ത് ഇതിനെ അതിലംഘിക്കാൻ കഴിയാതെ അത് പിന്നിലേക്ക് മാറിപ്പോയതാകാമെന്ന് പറയുന്നത്. അതൊരു കൗതുകമായിട്ട് ഞാൻ സൂചിപ്പിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നെ കൂടുതൽ ആകർഷിച്ച വസ്തുത പറയുന്നത് 6 ചരണങ്ങളുണ്ട് ഈ പാട്ടിന്. 6 ചരണങ്ങൾ, പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ 6 ചരണങ്ങളാണ്. ഈ 6 ചരണങ്ങളും 6 ബിബ്ലിക്കൽ പോർഷൻസിനെ വേദപുസ്തക ഭാഗത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ളതാണ്. പുതിയ നിയമമുണ്ട്, സങ്കീർത്തനങ്ങൾ, പഴയ നിയമമൊക്കെ അതിനകത്ത് വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഉപദേശിയുടെ ഡിവോഷൻ അല്ലെങ്കിൽ ധ്യാനാത്മകം എന്ന് പറയുമ്പോൾ അത് ഈ ധ്യാനത്തിൻ്റെ, ബൈബിൾ ധ്യാനത്തിൻ്റെ തീരത്തിരുന്നുകൊണ്ടാണ് ഈ രചന. അതതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നതാണ്. മാത്രമല്ല ഈ ഉപദേശിയുടെ ജീവിത ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില ഇമേജറി ഇതിനകത്തുണ്ട്. ഉദാഹരണം പറയും, ബാഖായുടെ താഴ്വര. അദ്ദേഹം ഈ പ്രേക്ഷിത വൃത്തിക്ക് ഇറങ്ങാൻ മുൻപ് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ബാഖായുടെ താഴ്വരയിൽ കൂടെ കടന്നുപോയ സമയത്തെന്നാണ്. ബാഖായുടെ താഴ്വര ബൈബിളിലെ ഒരു പ്രയോഗമാണ്. നമ്മൾ ഇന്ന് സങ്കീർത്തനം കൊടുക്കുന്നത് കണ്ണുനീരിൻ്റെ താഴ്വര എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം ഒരു കണ്ണുനീരിൻ്റെ താഴ്വരയാണ്. അവിടെ എനിക്ക് ആനന്ദം നൽകുന്ന ഒരു യേശു മഹേശൻ എന്നോടൊപ്പം ഉണ്ട്, എന്നോട് കൂടെ ഉണ്ട് എന്ന ചിന്ത അതിനകത്ത് പറയാവുന്നത്. അതുപോലെ വേറൊരു പ്രയോഗം എന്ന് പറയുന്നത് കൂടാരവാസികളാണ് നാം എന്നൊരു പ്രയോഗമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളിവിടെ താൽക്കാലികമായി ജീവിക്കാൻ വന്നവരാണ്, അല്ല നിത്യമായൊരു വാസമില്ല. നിത്യമായ വാസം ദൈവം വരാൻ വേറെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്ന ഭക്തൻ്റെ ജീവിതത്തോടും അദ്ദേഹത്തിൻ്റെ ദർശനത്തോടുമൊക്കെ ഏറെ സാധ്യം പ്രാപിച്ച ഒരു മനോഹരമായ ഗാനമാണ് ഈ ആനന്ദമുണ്ടെനിക്ക് ആനന്ദമുണ്ടെനിക്ക് യേശു മഹാരാജ സന്നിധിയിൽ എന്ന് ആരംഭിക്കുന്ന ഈ ഗീതം. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ആനന്ദമുണ്ടെനിക്ക്
അച്ഛാ അതുപോലെ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. പലപ്പോഴും നമ്മുടെ മരണഭവനങ്ങളിലും ഒക്കെ കൂടുതലായി ഉപയോഗിക്കുന്നൊരു ഗാനമാണ്. പക്ഷേ ഈ ഗാനം ഒരു രണ്ട് പക്ഷമുണ്ട്. ഇത് സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയതാണോ അതോ അല്ലയോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇത് പൊതുവെ അറിയപ്പെടുന്നത് ഉപദേശിയുടെ പാട്ടാണെന്ന്. അതിനെക്കുറിച്ച് അച്ഛന് ഒന്ന് പറയാമോ? ഉപദേശിയുടെ പാട്ടുകളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അതെ എനിക്ക് പറയാൻ കഴിയും ഉപദേശിയുടെ സ്വന്തം രചനയല്ല ഇതെന്നുള്ളത്. അതെ, അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് സാധു കൊച്ചുകുഞ്ഞുപദേശി അവസാനമായി ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് എൻ്റെ കൈവശം ഇതിന് മൗലിക ആയിട്ട് കിട്ടിയിട്ടുള്ള ഒന്നെന്ന് പറയും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം 26 പാട്ടുകൾ അദ്ദേഹം എൻ്റേതല്ല എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെടുന്നൊരു പാട്ടാണ് ഇത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ശുദ്ധപാഠം പ്രസിദ്ധീകരിച്ച സമയത്ത് ഈ പാട്ടുകൾ അനുബന്ധമായി ചേർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ഉപദേശിയരാണെന്ന് പറയാനുള്ള കാരണം ആശ്വാസ ഗീതങ്ങൾ എന്ന ടൈറ്റിൽ തന്നെ ഒരു പക്ഷേ ഇതിൽ നിന്ന് വന്നതായിരിക്കണം. അതിൻ്റെ കാരണം അന്ന് പ്രചാരണത്തിലിരുന്ന മനോഹരമായ ഒരു മോക്ഷ ഗാനമാണിത്. അപ്പോൾ അത് എൻ്റെ പുസ്തകത്തിൽ ആശയപരമായി ഏറ്റവും യോജിപ്പുള്ളതും ഇണങ്ങുന്നതുമായതുകൊണ്ട് ആയിക്കൊള്ളട്ടെ അദ്ദേഹം തീരുമാനിച്ചതാകണമെന്ന് പറയുന്നത്. അദ്ദേഹം സത്യസന്ധത കൊണ്ടാണ് ഇത് എൻ്റേതല്ല എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആധികാരികമായി പല പാട്ടുപുസ്തകം പ്രസിദ്ധീകരിച്ചവർ പോലും ഉപദേശിയുടെയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത്. ഉപദേശിയുടെ ആണോ അല്ലയോ എന്നുള്ളതിനടുത്ത വിഷയം. പക്ഷേ ഉപദേശിയുടെ പാട്ടുകളോട് ഏറ്റവും കൂടുതൽ ചാർച്ചയുള്ള ഇണക്കമുള്ള ഒരു പാട്ടാണ് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്ന വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഭക്തൻ്റെ മോക്ഷപ്രയാണ യാത്രയിലെ ഗാനമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കുമ്പോൾ, സ്വർഗനാടിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് സാരമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്വാസം പ്രാപിക്കുന്ന ഒരു പാട്ടാണിത്. അതാണ് ഇതിൻ്റെ സവിശേഷത. അത് തന്നെയുമല്ല, സാധു കൊച്ചുകുഞ്ഞുപദേശിയെ പോലെയാണ് ചില കാര്യങ്ങളൊക്കെ ഇതിൽ വരച്ച് കേട്ടത്. അതായത് വിശ്വാസം, പ്രത്യാശ, അതുപോലെ മരണത്തെക്കുറിച്ചുള്ള, അതുപോലെ ക്രിസ്തുവിനോടൊപ്പമുള്ള വാസം. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും പിന്നെ കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടിൻ്റെ ചില രീതികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമാണ്. സമാന ചിന്താഗതിയുള്ള ഭക്തന്മാർ അക്കാലത്ത് വേറെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവരും പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അതെ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ അവരാരും അവരുടെ പേരുകൾ രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഉപദേശി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സ്വന്തം പാട്ടുകൾ ഒരു പുസ്തക രൂപത്തിൽ സമാഹരിക്കണം എന്ന് കരുതിയിരുന്ന വ്യക്തി ബാക്കിയുള്ളൊരു പുസ്തകങ്ങൾ അച്ചടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ പ്രമേയവും അതിൻ്റെ ആശയങ്ങളും എല്ലാം സമന്വയിച്ച് വരുന്ന ഒരു നല്ല പാട്ടാണ്. മനോഹരമായൊരു പാട്ടാണ്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. आश्वास में
അച്ഛാ, അതുപോലെ മറ്റൊരു ഗാനമാണ് കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ പാടി വരുന്ന വളരെ മനോഹരമായൊരു ഗാനം. ഈ ഗാനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധു കൊച്ചിൻ ഉപദേശി എഴുതിയതാണെന്നും അല്ലെന്നും ഇതുപോലെ രണ്ട് പക്ഷമായി കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്നൊന്ന് വ്യക്തമാക്കുക. സാധുവിൻ്റെ ആശ്വാസഗീതങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാട്ടാണിത്. അതെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെടുന്നതുമല്ല. അതെ. ഇതിൻ്റെ രചയിതാവ് M.K. വർഗീസ് എന്നൊരു സുവിശേഷകനാകുന്നു എന്ന്. അതെ, M.K. വർഗീസ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് അറിവില്ല. നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റു പല ഗാനരചയിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കൂടുതൽ തേടി പിടിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഈ രേഖകൾ സൂക്ഷിക്കുന്ന പതിവ് നമുക്കില്ലാത്തതുകൊണ്ടില്ല ഇത് പലതും നഷ്ടപ്പെട്ടു പോയിരിക്കാത്തതുകൊണ്ടാണ്. ഒരു പക്ഷേ കുറേ കൂടി ഗവേഷണാത്മകമായി പഠിച്ചാൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു സ്തോത്ര ഗീതം ആണ്. സാധു കൊച്ചുപേശ്വരി ആ സാധാരണ പാട്ട് രീതിയല്ല. കൺവെൻഷൻ ഗീതങ്ങളിലൊക്കെ ഇത് മനുഷ്യനെ വളരെ എന്താ പറയുക, ആനന്ദത്തിലേക്ക് നിർവൃതിയിലേക്കൊക്കെ നയിക്കുന്ന, മനസ്സിനെ ഒന്ന് ഉണർത്തിയെടുക്കുന്ന
ഒരു പാട്ടാണ് കുഞ്ഞാട്ടിൻ രക്തത്താൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ ഗാനം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ഉപദേശിയുടെയൊക്കെ ഒരു മേഖല എന്ന് പറയുന്ന കൺവെൻഷൻ യോഗങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമവും പ്രസംഗവേദികളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വേദികളിൽ നന്നായി ഉപയോഗിച്ചിരുന്നൊരു പാട്ട് പുസ്തകത്തിൽ അദ്ദേഹം എടുത്ത് ചേർത്തിരിക്കാനാണ് സാധ്യത കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ല എങ്കിൽ കൂടിയും ഈ പാട്ട് വളരെ പ്രസിദ്ധമാണെന്ന് മാത്രമല്ല, വളരെ ആശയസമ്പന്നമായ നല്ലൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഈ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്ന അതിൽ നിന്ന് ദൈവത്തിന് തന്നെ സ്തോത്രം അർപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഇതിൻ്റെ പ്രമേയ തലത്തിൽ നോക്കുമ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്. പ്രമേയം തന്നെ സാധു കൊച്ചുപദേശിയുടെ ഒരു ഗാനത്തെ എങ്ങനെ സമീപിക്കുന്നു അത്തരത്തിലാണ് ഈ ഗാനങ്ങളെയൊക്കെ മറ്റുള്ളവരും സമീപിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തെ സമകാലീനർ ഇത് പിന്തുടർന്നതാണോ? അതിന് സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, പക്ഷേ അറിയപ്പെടുന്ന അത്രയും സുവിശേഷനല്ല ഇദ്ദേഹം. അന്ന് അറിയപ്പെടുന്ന മറ്റു പലരും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് വേറെ എങ്ങനെ രേഖപ്പെടുത്തി അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. ഈ MK വർഗീസ് എന്ന് പറയുന്ന സുവിശേഷൻ ഈ സെൻട്രൽ ട്രാവൻകൂറിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഉള്ള മറ്റൊരു സുവിശേഷനാകാനാണ് സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഗാനം നമുക്ക് ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും.
സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഗാനങ്ങളുടെ സമാഹാരത്തിൻ്റെ പേര് ആശ്വാസ ഗീതങ്ങൾ എന്നായിരുന്നു. ഇതിലെ ഗാനങ്ങൾ നമുക്ക് വളരെയധികം ആശ്വാസം പകരുന്നതാണ്. അതുപോലെ അതേ കാലയളവിൽ ജീവിച്ചിരുന്ന അനേകം രചയിതാക്കളുടെയും ഗാനങ്ങൾ നമുക്ക് ആശ്വാസം പകരുന്ന ഗീതങ്ങൾ തന്നെയാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറ്റു പലരുടെയും നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.